Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് സാധാരണ ചിക്കൻ ബിരിയാണിയേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു സ്മോക്കി ഫ്ലേവറൊക്കെയുള്ള ചിക്കൻ ടിക്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. ഞാൻ 3/4 കിലോ ബസ്മതി റൈസാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് കോരുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുക. അളവൊന്നും കൃത്യമായിട്ടില്ല, കുറച്ച് കൂടുതൽ ഒരു 10 ഗ്ലാസ്സെങ്കിലും വെള്ളം വെക്കേണ്ടതായിട്ട് വരും. അതിനകത്തേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 2 തക്കോലം, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പു, 1-2 ഏലക്ക, ഒരു 5-6 കുരുമുളക്. ഇത്രയും സാധനങ്ങൾ, കുരുമുളക് പൊടിയല്ല, കുരുമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. ആ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഉപ്പുണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ തിളപ്പിച്ച് കോരുമ്പോൾ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. പിന്നെ അതിനകത്തേക്ക് 1-1.5 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും എല്ലാം നല്ലതാണ്. ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ട് നെയ്യും കൂടെ ചേർത്ത് അത് തിളപ്പിക്കാനായിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു എരിവിനനുസരിച്ച് ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ ടിക്ക മസാല എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അതും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ സാധാരണ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1-2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി ഫുള്ളും സൺഫ്ലവർ ഓയിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും മിസ്സായി പോയതാട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് തിരുമ്മി കൈവച്ച് തന്നെ ആ പീസിലൊക്കെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂറും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമ്മുടെ അരി വേവിച്ചെടുക്കാനുള്ളതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും. അപ്പം ഞാനൊരു ചെറിയ ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി എസൻസും യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒരു എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ബിരിയാണിക്കൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഇടാനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം കളഞ്ഞ് വാരി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം വെച്ച് വേവിക്കുന്നതിനേക്കാൾ നല്ല വിട്ട് കിട്ടാനും അതുപോലെ തന്നെ തുടക്കക്കാർക്ക് ടെൻഷനൊന്നും ഇല്ലാതെ വേവിച്ചെടുക്കാനും ഇതുപോലെ കൂടുതൽ വെള്ളം വെച്ച് അരി വേവിച്ച് കോരി മാറ്റുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളത്. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. വെന്ത് പോവുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും വേണ്ട. ഇതൊരു 10-15 മിനിറ്റിനകം തന്നെ ഇത് വെന്ത് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചൊക്കെ വേവിച്ചെടുത്താൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പം നന്നായിട്ട് വെന്ത് വരണം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാനിരിക്കരുത്. ചെറുതായിട്ട് വെന്ത് ഒരു 1/4 ഭാഗം വേവും ഒക്കെ ആയി കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനിടയ്ക്ക് ഇതുപോലെ കറുവാപ്പട്ടയോ ഗ്രാമ്പുവോ ഒക്കെ എടുത്ത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റിയതിന് ശേഷം റൈസ് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ കോരിയെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ആ വെള്ളത്തിൽ കിടന്ന് ബാക്കിയും കൂടെ കുറേ കൂടെ വെന്തോളൂ. അതുകൊണ്ട് വെന്ത് ഒരു 1/4 ഭാഗം ആകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കോരി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ടൊന്ന് ഒരു പാത്രത്തിലോ എല്ലാം പരത്തിയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വിട്ട് കിട്ടും. ഇത് ആദ്യമായിട്ട് ബിരിയാണി വയ്ക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കറക്റ്റ് വേവിന് കിട്ടാൻ നല്ലത്. റൈസ് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അത് നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും നല്ല ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക്
കാഷ്യൂ നട്ട്സ് വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ഗ്രാം കാഷ്യൂ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്കിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൈസിൻസ് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കറക്റ്റ് മൂപ്പ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ആദ്യം കാഷ്യൂ വറുത്ത് മാറ്റിയിട്ട് നമുക്ക് മുന്തിരി വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നട്ട്സിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിതുപോലെ റൈസിൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റിന് നമുക്കത് പാകത്തിന് മൂത്ത് കിട്ടും. അതിനുശേഷം അത് നമുക്ക് കോരി മാറ്റാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. റൈസിന് മേളിൽ ഇടാനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കനം കുറച്ച് തന്നെ അരിയുക. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറ്റിയിട്ടിട്ട് അതൊന്ന് നല്ല ബ്രൗൺ കളറായി ക്രിസ്പിയായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ സവോളയ്ക്ക് ഒരല്പം ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ഇതിനകത്ത് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 2 വശവും മറിച്ചിട്ട് വറുത്തെടുക്കാം. ഒരു വശം നന്നായി മൂത്ത് കഴിയുമ്പോൾ എല്ലാ പീസും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു 3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് തുറന്നു വെച്ച് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ചിക്കൻ സോഫ്റ്റായി നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ ചിക്കൻ. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു പീസ് ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട കഷ്ണമോ എന്തെങ്കിലും കത്തിച്ച് അതിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് പുകഞ്ഞു വരും. അത് നമുക്ക് എന്നിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവർ അതിന് കിട്ടുന്ന രീതിയിൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ചിക്കൻ്റെ പീസിലൊക്കെ ആ ഒരു പുകയുടെ ആ ഒരു സ്മോക്കി ടേസ്റ്റ് നമുക്ക് കിട്ടും. അതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ടിക്കയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ചിക്കൻ ഒന്ന് കോരി മാറ്റാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യാനുള്ള മസാലയും റെഡിയാക്കുന്നത്. കാരണം ആ ഒരു ഓയിലിൽ തന്നെ ആകുമ്പോൾ ചിക്കൻ്റെ നല്ല ഫ്ലേവർ അതിനകത്തുണ്ടാകും. ഒരു ചെറിയ സ്മോക്കി ഫ്ലേവറും കിട്ടുകയും ചെയ്യും നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ അതിനകത്തേക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് എണ്ണ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതെനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാനൊരു 4 സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. എണ്ണയിലുള്ള മസാലയുടെ എല്ലാ ടേസ്റ്റും ആ സവോളയിലേക്ക് പിടിച്ച് കിട്ടും അത് വാടി വരുമ്പോഴേക്കും. അതിനകത്തേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സവോള ഇപ്പോൾ കുറച്ചൊന്ന് വാടി അതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ സവോളയൊക്കെ നന്നായി വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി കൂടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. നമ്മുടെ ചിക്കനിലും മുളക് പൊടി 2.5 ടീസ്പൂണായിരുന്നു ചേർത്തത്. അപ്പോൾ ഇതിനകത്തേക്കും എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇത് നന്നായിട്ടൊന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം പൊടി മൂത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചേർക്കാവുള്ളൂ. ഇപ്പം നന്നായിട്ട് പൊടി മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 പഴുത്ത തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് എപ്പോഴും ചേർക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി ചേർക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ടേസ്റ്റ് കൂടുതൽ. ചെറിയൊരു മധുരവും എല്ലാം കൂടെ വരുമ്പോഴാണ് ആ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി ആണെങ്കിലാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ
ഞാനിവിടെ 2 തക്കാളി, ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി നമുക്കിതിനകത്ത് അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത് ഒരു 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലൂസായിട്ടുള്ള തൈര് ചേർക്കരുത്, നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഇതിന് നല്ലത്, അല്ലെങ്കിൽ ഗ്രേവി ഇങ്ങനെ ലൂസായി കിടന്നു പോകും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള തൈരായതുകൊണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. അപ്പം മസാലയെല്ലാം നന്നായിട്ട് മിക്സായി വരും. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടോടെ തന്നെ മിക്സ് ചെയ്യണം. അപ്പോഴാണ് ആ ചിക്കനിലേക്ക് ആ മസാല ഒന്ന് പിടിച്ച് കിട്ടുന്നത്. ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം എല്ലാ മസാല എല്ലായിടത്തും പിടിച്ചതിന് ശേഷം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് മൂടി ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം പിടിച്ചോളും. ഇനി നമുക്ക് നമ്മുടെ റൈസ് എല്ലാം ബിരിയാണി എല്ലാം സെറ്റ് ചെയ്യാം. അതിനായിട്ടൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ് വാട്ടർ മിക്സ് ഉണ്ടല്ലോ, മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഉള്ളത്, അത് 1-2 സ്പൂൺ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുതായിട്ടരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മുടെ ചിക്കൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നടുക്ക് ചിക്കൻ്റെ ഒരു ലെയറും മുകളിലും താഴെ റൈസുമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1-2 ലെയറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ മസാല എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യത്തെ ലെയറിന് മുകളിൽ ചെയ്ത പോലെ തന്നെ നെയ്യും റോസ് വാട്ടറും എല്ലാം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ പുതിനയില, മല്ലിയിലയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഏറ്റവും തീ കുറച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴേക്കും ഒരു ദം ചെയ്ത ഒരു ഫീൽ ഉണ്ടാവും. ടേസ്റ്റ് എല്ലാം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കിട്ടും. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്